തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി സാനു ചേരുന്നുണ്ട്. സാനു, വിശദാംശങ്ങൾ. അക്കാദമിയിലെ പരിപാടിയുണ്ട്. എന്തായാലും ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ, അതായത് അവരിവിടെ റോഡിന്റെ സൈഡിൽ വാഹനത്തിൽ കിടക്കുകയായിരുന്നു. എന്തായാലും യുവമോർച്ച പ്രവർത്തകരെ കരുതൽ തടങ്കൽ എന്നോണം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് തൃശ്ശൂരിലെത്തിയ ശേഷം അവരെ അല്പസമയം മുമ്പാണ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് മാറിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ അധ്യക്ഷൻ മനു പള്ളത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണദത്ത് അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ വാഹനത്തിലിരിക്കുകയായിരുന്നു, അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഇവിടെ ചില സംഘർഷങ്ങളൊക്കെ നടന്നിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കാലക്കൂട്ടി തന്നെയുള്ള വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് മുഖ്യമന്ത്രി താമസിക്കുന്ന രാമനില ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുന്നിൽ പ്രവർത്തകർ ഇവിടെ നിൽക്കുകയായിരുന്നു. അവരിപ്പോൾ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് മുഖ്യമന്ത്രി, അതായത് സ്വർണ്ണ കള്ളക്കടത്തിൽ കൂട്ടുനിന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, അതേപോലെ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ജില്ലാ അധ്യക്ഷൻ മനു പള്ളത്തൊപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണദത്ത് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കാതെ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് യുവമോർച്ച വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിൽ, അതായത് ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പോലീസിന്റെ ബന്ദോബസ്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ നഗരം മുഴുവൻ പോലീസിന്റെ വലിയൊരു കാവലിലാണ്, വലിയൊരു ബന്ദോബസ്തിലാണ്. അതായത് വാഹനങ്ങൾക്കടക്കം വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വഴിതടച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷ ഇവിടെ പോലീസ് നടത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാരോ, ഇന്ന് മുഖ്യമന്ത്രി ഈ ദിവസം മൊത്തം അവിടെ തൃശ്ശൂരിലുണ്ടോ? തൃശ്ശൂരുകാർക്ക് തലവേദനയാകുമോ ഇന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം? ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിട്ട് പോലും യുവമോർച്ച പ്രവർത്തകർക്ക് കരിങ്കൊടി കാണിക്കാൻ സാധിച്ചു. ഇനിയുള്ള പരിപാടികളിലെല്ലാം ഒരുപക്ഷെ പോലീസിൻ്റെ കൂടുതൽ സാന്നിധ്യം ഉറപ്പുവരുത്തും, കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇന്ന് തൃശ്ശൂരുകാർക്ക് തലവേദനയാണ്. തൃശ്ശൂരുകാർ പുറത്തിറങ്ങാതിരിക്കുക അല്ലേ? കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് നഗരത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രിക്ക് രണ്ട് പരിപാടികളാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് ഉള്ളത്. അതായത് പോലീസ് അക്കാദമിയിലെ പരിപാടിയുണ്ട്, അതിനുശേഷം ഒരു സ്വകാര്യ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വരുന്ന സമയത്ത് ദേശീയപാതയിലടക്കം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് വലിയ ഗതാഗത കുരുക്കിനടക്കം വഴിവെച്ചിരുന്നു. നമ്മൾ ഇന്നലെ ആ വാർത്ത കണ്ടതാണ്, ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. 2 കിലോമീറ്ററിലധികം മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം, അതായത് ചാലക്കുടി മുതൽ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം വലിയ രീതിയിൽ നിയന്ത്രിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സാധാരണ നിലയിൽ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് സ്വതവേ അവിടെ ഗതാഗത കുരുക്കുള്ളതാണ്. ഗതാഗത കുരുക്കഴിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി, പോലീസിൻ്റെ ബന്ദോബസ്ത് ഏർപ്പെടുത്തി. ഇതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടാണ് ജനം അനുഭവിച്ചത്. എന്തായാലും അതിന് സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം ജില്ലയിലുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ നഗരത്തിലേക്ക് കയറുന്ന എല്ലാ പ്രദേശങ്ങളിലും പോലീസിന്റെ വലിയ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന വഴികളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചവരെയാണ് മുഖ്യമന്ത്രി ജില്ലയിൽ തങ്ങുക. ഈ മുഖ്യമന്ത്രി തിരികെ പോകുന്നതുവരെ സ്വാഭാവികമായിട്ടും സുരക്ഷയുണ്ടാകും, അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നലെ എംപിക്കെതിരെ, അതായത് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉണ്ടായ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ, പോലീസിന്റെ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത്, വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ജില്ലയിലെമ്പാടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനിൽ നമ്പ്യ. തൃശ്ശൂരുകാരെ നിങ്ങൾ പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെയുണ്ട്. ഒരു സ്വകാര്യ പരിപാടി, മറ്റ് ഔദ്യോഗിക പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് പോലീസ് ബന്ദോബസ്തിലാണ് തൃശ്ശൂർ നഗരം. യുവമോർച്ച പ്രവർത്തക കരിങ്കൊടി കാട്ടിയിരിക്കുന്നു. ഈ വലിയ ബന്ദോബസ്തിനിടയിലും അതൊക്കെ ഭേദിച്ചുകൊണ്ട് യുവമോർച്ച പ്രവർത്തക മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയിരിക്കുന്നു, പ്രതിഷേധം നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതുപോലെ യുവജന സംഘടന, യുവമോർച്ച പോലുള്ള യുവജന സംഘടനകളും സജീവമായിട്ട് രംഗത്ത് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ തുടർന്നും പ്രതിഷേധമുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന കാണാം.